സോ ഹായ് ഓൾ. അപ്പോൾ നമ്മൾ എൻട്രൻസ് തിയറി വിജയകരമായി പൂർത്തിയാക്കിയ സ്ഥിതിക്ക് നമുക്കിനി പ്രോബ്ലത്തേക്ക് നോക്കാം. പ്രോബ്ലം നല്ല പ്രോബ്ലംസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോബ്ലം ഓരോ ടൈപ്പ് ആയിരിക്കും, സെയിം ടൈപ്പ് ഒരിക്കലും ആവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് മിക്സ്ചർ ഓഫ് 1.5 മില്ലി ക്യൂബ് മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ആൻഡ് 0.5 മീറ്റർ ക്യൂബ് ഓഫ് ആൽക്കോഹോൾ ഓഫ് ഡെൻസിറ്റി 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഈസ്. ഓക്കെ, അതായത് അവർ ചോദിച്ചത് നമ്മളെ വാട്ടറിന്റെ വോളിയം ഡെൻസിറ്റിയും അതേപോലെ ആൽക്കോഹോളിന്റെ വോളിയം ഡെൻസിറ്റിയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു പുതിയ മിക്സ്ചർ ഉണ്ടായി. സോ അതിന്റെ ഡെൻസിറ്റി എത്രയാണെന്നാ ചോദിച്ചത്. സോ മിക്സ് ചെയ്യുന്ന മുമ്പ് നമ്മളെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ ആദ്യം രണ്ടാൾക്കാരെ എടുക്കണം. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് എ മിക്സ്ചർ ഓഫ് 1.5 മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ആൻഡ് 0.5 മീറ്റർ ക്യൂബ് ഓഫ് ആൽക്കോഹോൾ. സോ മിക്സ് ചെയ്യുന്ന മുമ്പ് നമ്മളെ കയ്യിൽ ആദ്യം ആരുണ്ട്? വാട്ടർ ഉണ്ട് അല്ലെ. പിന്നെ ആരുണ്ട്? വാട്ടർ ഉണ്ട്. പ്ലസ് നമ്മൾ മിക്സ് ചെയ്യുന്ന മുമ്പ് നമ്മളെ കയ്യിൽ രണ്ടാമത് ആരാ ഉള്ളത്? നോക്കുക, രണ്ടാമത് ആരാ? ആൽക്കോഹോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് എന്താ പറയാ, ഇതങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ ഒരു പുതിയ മിക്സ്ചർ കിട്ടി, ആൽക്കോഹോൾ പ്ലസ് വാട്ടർ മിക്സ്ചർ. ഓക്കെ, ഇതാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെയാ ഇവിടെ? ഡെൻസിറ്റി ഓഫ് എ മിക്സ്ചർ ഓഫ് 1.5 മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ. സോ വാട്ടറിന്റെ മിക്സ്ചർ വോളിയം തന്നിട്ടുണ്ട്. സപ്പോസ് വാട്ടറിന്റെ വോളിയം ഞാൻ V1 അല്ലെങ്കിൽ V1 എന്ന് കൊടുക്കുകയാണ്. അത്ര 1.5 മീറ്റർ ക്യൂബ് ഉണ്ട്. ഓക്കെ, ആൻഡ് 0.5 മീറ്റർ ക്യൂബ് ഓഫ് ആൽക്കോഹോൾ. അപ്പോൾ ആൽക്കോഹോളിന്റെ വോളിയം എത്ര? V2 ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ ക്യൂബ്. ഓക്കെ, അതിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 800 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡെൻസിറ്റി എത്രയാണെന്നാ ചോദിച്ചത്. ഓക്കെ, ഇതിന്റെ ഡെൻസിറ്റി എത്രയാണെന്നാ ചോദിച്ചത്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ആൽക്കഹോളിന്റെ ഡെൻസിറ്റി 800 തന്നിട്ടുണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയോ തന്നിട്ടില്ല. വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? അത് നമ്മൾ കാണാപ്പാഠം പഠിക്കണം. CGS-ലാണെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി 1, CGS-ലാണെങ്കിൽ അല്ല SI യൂണിറ്റിലാണെങ്കിൽ 1000 ആണ് വരിക. ഇവിടെ മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം SI-ലാണ്. ഇത് അവിടെ കിലോഗ്രാം എന്ന് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് അറിയേണ്ട സാധനമാണ്. സോ 1000. ഓക്കെ, സോ ഇവിടെ ഡെൻസിറ്റി കിട്ടണം. എന്താ കിട്ടേണ്ടത്? ഡെൻസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1.5 മീറ്റർ ക്യൂബ് ആൽക്കഹോൾ ആണ് എന്ത് ചെയ്തത്? 0.5 മീറ്റർ ക്യൂബ് എന്താ പറയാ ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്തത്. സോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു വോളിയം ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 1.5 വാട്ടറും 0.5 കൂടെ മിക്സ് ചെയ്താൽ ഇവിടുത്തെ വോളിയം എത്ര വരും? 1.5 പ്ലസ് 0.5 ഈസ് ഈക്വൽ ടു 2 മീറ്റർ ക്യൂബ് വോളിയാണ് ഇവിടെ വരിക. ഓക്കെ, പിന്നെ ഇതിന്റെ ഡെൻസിറ്റി കണ്ടെത്തണം. വോളിയം ഇതേപോലെയാണ് വരിക. ഓക്കെ, ഡെൻസിറ്റിക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു ഫേമസ് ഇക്വേഷൻ അറിയാം. എന്താ ഫേമസ് ഇക്വേഷൻ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. അതായത് മാസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഇതിന്റെ മാസ് എത്രയാണോ മിക്സ് ചെയ്തത് അതേ പ്ലസ് ഇതിന്റെ മാസ് എത്രയാണോ അതന്നെ ആയിരിക്കും ഈ മിക്സ്ചറിന്റെ മാസ് എന്ന് പറയുന്നതും. ഓക്കെ, സപ്പോസ് ഇപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ 50 ഗ്രാം ആൽക്കഹോൾ ഉണ്ട്, 50 ഗ്രാം വാട്ടർ ഉണ്ട്. അപ്പൊ ഉണ്ടാകുന്ന മിക്സ്ചർ എന്തായിരിക്കും? 50 പ്ലസ് 50 എന്തായിരിക്കും? 100 തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ഈ വോളിയം എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെയാണ് മാസ് വരിക. അപ്പൊ നമുക്ക് ഇനി രണ്ട് കേസിലും മാസ് കണ്ടെത്തണം. മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പൊ നമുക്ക് ആദ്യം വാട്ടറിന്റെ മാസ് കാണാം. ഞാൻ MW എന്ന് കൊടുത്തു. മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇത് അവിടെ 1000 തന്നിട്ടുണ്ട്. സോ 1000 ഇൻറ്റു വോളിയം എത്ര? 1.5. സോ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 1500 കിട്ടും. അപ്പൊ അതിന്റെ മാസ് 1500 കിട്ടി. ഇനി ആൽക്കഹോളിന്റെ മാസ് ഓഫ് ആൽക്കഹോൾ MA എന്ന് കൊടുക്കുക കേട്ടോ. എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി എത്ര? 800. ഓക്കെ, അപ്പൊ 800 ഇൻറ്റു 0.5. സോ അത് ചെയ്താൽ നിങ്ങൾക്ക് ഡെൻസിറ്റി 400 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സോ നമ്മളെ കയ്യിൽ 1500 എന്തുണ്ട്? കിലോഗ്രാം വാട്ടറും ഉണ്ട്, അതേപോലെ 400 കിലോഗ്രാം എന്തുണ്ട്? ആൽക്കഹോളും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിക്സ്ചറിന്റെ മാസ് എന്താ വരിക? മിക്സ്ചറിന്റെ മാസ് M ഈസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ പ്ലസ് മാസ് ഓഫ് ആൽക്കഹോൾ അല്ലെ. സോ മാസ് ഓഫ് വാട്ടർ എത്ര? 1500. ഓക്കെ, സോ 1500 പ്ലസ് 400 ചെയ്താൽ മാസ് ഓഫ് വാട്ടർ എത്ര കിട്ടും? മാസ് ഓഫ് വാട്ടർ എത്ര കിട്ടും? മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു 1900 എന്താ പറയാ കിട്ടും. ഓക്കെ, സോ 1900 കിട്ടി. നമുക്ക് ഡെൻസിറ്റി ആണ് കണ്ടത്. ഇതിന്റെ വോളിയം നമുക്ക് അവിടെ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 2 ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി ആണ് കാണേണ്ടത്. ഡെൻസിറ്റി മാസും വോളിയം എന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കാണും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. സോ മാസ് എത്ര? 1900 ഓൾ ഡിവൈഡ് ബൈ വോളിയം എത്ര? 2.
സോ ഈ മിക്സ്ചറിന്റെ ഡെൻസിറ്റി റോ മിക്സ്ചർ ഈസ് ഈക്വൽ ടു അത് വെട്ടി ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? റോ മിക്സ്ചർ ഈസ് ഈക്വൽ ടു അത് വെട്ടി ചെറുതാക്കുമ്പോൾ 1900 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 950 950 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം എങ്ങനെ മിക്സ് ചെയ്താലും ശരി, രണ്ട് മിക്സ് ചെയ്യുമ്പോഴും അതിന്റെ വോളിയം രണ്ടും ആഡ് ചെയ്യണം, അതേപോലെ അതിന്റെ മാസ് രണ്ടും ആഡ് ചെയ്യണം. അത് രണ്ടും ആഡ് ചെയ്താൽ പിന്നെ ഡെൻസിറ്റി കിട്ടും. ഡെൻസിറ്റി മാറും, കാരണം എന്താ വെച്ചാൽ രണ്ടും രണ്ട് ലിക്വിഡാണ്, അതുകൊണ്ടാണ് ഡെൻസിറ്റി മാറും എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സിമ്പിൾ പരിപാടിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ഇത് സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഒരു വലിയ പ്രോബ്ലം വരുന്നുണ്ട്. കണ്ടാൽ വലിയ പ്രോബ്ലം എന്ന് തോന്നും, പക്ഷെ വൻ സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. വരക്കാനൊക്കെ ഉണ്ട്. ഇത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ എത്ര? 27 ആണ്. നോക്കാം. 2/3 ഓഫ് എ ബീക്കർ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പൊ നമുക്ക് ബീക്കർ വേണം. ഓക്കെ, അതിന്റെ 2/3 ഫിൽഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ബീക്കർ ആണ്. അപ്പൊ ബീക്കറിന്റെ 2/3 ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രത്തോളം ആ ബീക്കർ എന്തായിട്ടുണ്ടാവും? ഫിൽഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഫിൽഡ് ആണെന്ന് മനസ്സിലാക്കി. വെൻ പ്ലേസ്ഡ് ഓൺ എന്താ പറയാ, ഓൺ വാട്ടർ. ഓക്കെ, വെൻ പ്ലേസ്ഡ് ഓൺ വാട്ടർ ഇറ്റ് വെയിറ്റ് 1700 ഗ്രാം. സോ ഇതൊരു ബാലൻസിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താ ഒരു താഴെ ബാലൻസിൽ വെച്ചിട്ടുണ്ട്. സോ ഇതിൽ വാട്ടറും കൂടെ ഒഴിച്ചപ്പോ അതിന് എത്ര ഗ്രാം ഭാരം വന്നു എന്നാ പറയുന്നത്? വെയിറ്റ് വന്നു എന്നാ പറയുന്നത്? 1700 ഗ്രാം ആണ് ഇപ്പോ. ഓക്കെ, എ ബോഡി വെയിങ് 500 ഗ്രാം ആൻഡ് വോളിയം 300 സെന്റിമീറ്റർ ഈ സസ്പെൻഡഡ് such that it completely immersed in water without touching the sides of the beaker. നമ്മൾ ഇവിടുന്ന് ഒരു ബോഡി എന്ത് ചെയ്തു? ഇവിടുന്ന് നേരെ താഴോട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുക്കി വെച്ചു. ഈ ബോഡിന്റെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ ബോഡിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണ്. ഓക്കെ, സോ ഈ ബോഡിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണ് എന്നും അതിന്റെ വോളിയം എത്ര? 300 സെന്റിമീറ്റർ ക്യൂബ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. വോളിയം 300 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ CC. സെന്റിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? CC എന്ന് പറയാം. ക്യൂബിക് സെന്റിമീറ്റർ എന്നൊക്കെ പറയും. സെന്റിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ CC എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നൗ ദ ബീക്കർ ബാലൻസ് വിൽ ഷോ എ വെയിറ്റ്. ഓക്കെ, ഇതിന്റെ വെയിറ്റ് 500 ഗ്രാം ആണ്. അത് വെക്കുന്ന മുമ്പ് 1700 ആയിരുന്നു. ഇപ്പോൾ ഈ ബീക്കർ എത്ര കാണിക്കും എന്നാ ചോദിച്ചത്. സിമ്പിൾ പ്രോബ്ലം അല്ലേ? എങ്ങനെ ചെയ്യും? ഇവിടെ ഇപ്പൊ ഇത് വെക്കുന്ന മുമ്പ് 1700. സോ ഇതിന്റെ വെയിറ്റ് എത്ര? 500. സോ 1700 പ്ലസ് 500 2200 കാണിക്കും അല്ലെ? അങ്ങനെ എങ്ങാനും ഈ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾ കുത്തും, ആൻസർ തെറ്റാണ്. ഇങ്ങനത്തെ പ്രോബ്ലത്തില് നിങ്ങൾ ഇവന്റെ വെയിറ്റിനെ അല്ല നോക്കേണ്ടത്, പകരം ഇവിടെ കണ്ടോ വോളിയം എന്ന് പറഞ്ഞ സാധനം, നിങ്ങൾ വോളിയത്തിലേക്കാണ് നോക്കേണ്ടത്. കൺസിഡർ ഓൺലി വോളിയം. ഇങ്ങനെ മുക്കി വെച്ച പ്രോബ്ലത്തിലേക്ക് കൺസിഡർ ഓൺലി വോളിയം നോട്ട് മാസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ അപ്ത്രസ്റ്റ് ഇവന്റെ വെയിറ്റ് കുറക്കും. ഓക്കെ, സോ നമ്മൾ ആരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ? ഇവിടുത്തെ വോളിയം എത്ര? 300 cc ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു cc എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആണ് അല്ലെ? സോ 300 cc എന്ന് പറഞ്ഞാൽ എത്ര വരും? 300 cc എന്ന് പറഞ്ഞാൽ 300 ഗ്രാം വരും. സോ ആ സമയം നിങ്ങൾ 1700ന്റെ കൂടെ ഈ 300 ഗ്രാം ആണ് നിങ്ങൾ കൂട്ടേണ്ടത്. ഈ വോളിയത്തിന്റെ 300 ആണ് കൂട്ടേണ്ടത്. സോ 1700 ഗ്രാം പ്ലസ് 300 എത്ര വരും? 2000 ഗ്രാം. എത്ര വരും? 2000 ഗ്രാം. ഇങ്ങനത്തെ പ്രോബ്ലത്തില് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി വെയിറ്റ് നിങ്ങൾക്ക് 500 ഗ്രാമും 1000 ഗ്രാമും തരും. പക്ഷെ ആ സമയത്ത് വോളിയം ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്തായാലും ആ ഓപ്ഷനിൽ നിങ്ങൾ തെറ്റിക്കൊന്ന് ഉറപ്പുള്ളതുകൊണ്ട് 2200 എ ഓപ്ഷൻ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നേരെ കുത്തും. അതിന്റെ ഡി ഓപ്ഷനോ അല്ല ഏത് ഓപ്ഷനോ ആവാം, ആണ് ഈ ഒരു 2000 ഉണ്ടാവാം. നിങ്ങൾ പ്രതീക്ഷിക്കൂല. സോ ഇത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾ വോളിയം മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്ത്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോളിയത്തിനെ മാത്രമാണ്, വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് വളരെ അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശരിക്കും നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ വെസൽ കണ്ടെയ്നിങ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. സിമ്പിൾ പ്രോബ്ലങ്ങളാണ്, പക്ഷേ യുക്തി മീൻസ് നമ്മൾ ലോജിക്ക് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റും. എ വെസൽ കണ്ടെയ്നിങ് ഓയിൽ ഓഫ് ഡെൻസിറ്റി 0.8 ഗ്രാം. ഓക്കെ, ഒരു വെസലില് ഓയിലിന്റെ ഡെൻസിറ്റി 0.8 ഗ്രാം ഉണ്ട്. ഓക്കെ, ഓവർ മെർക്കുറി ഓഫ് ഡെൻസിറ്റി 30.6 ഗ്രാം CC. സോ അപ്പൊ ഒരു വെസലിൽ എന്തുണ്ട്? കുറച്ച് മെർക്കുറി ഉണ്ട്, കുറച്ച് എന്തുണ്ട്? ഓയിലുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആ വെസൽ അങ്ങോട്ട് ഓൾറെഡി വരച്ചു വെക്കാം. സോ ഇതാണ് നമ്മളെ വെസല്. ഓക്കെ, വെസലിൽ എത്തുന്നുണ്ട്, വെസലില് പകുതി ഭാഗം. ഓക്കെ, പകുതി ഭാഗം എന്നല്ല, വെസലിൽ എന്തുണ്ട്? ഇത്രക്ക് ഓയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രക്ക് ഓയിലുണ്ട്, ഇത്രക്ക് മെർക്കുറി ഉണ്ട്.
ഓക്കെ, ഇത്രക്ക് ഓയിലുണ്ട്, ഇത്രക്ക് മെർക്കുറി ഉണ്ട്. ഞാൻ ഓയിലിനെ 1 എന്നും മെർക്കുറിനെ 2 എന്നും വിളിക്കുകയാണ്. ഓയിലിന്റെ ഡെൻസിറ്റി എത്ര? ഞാൻ കഴിഞ്ഞാൽ ρ1 എന്ന് വിളിക്കുക കേട്ടോ. ρ1 ഈസ് ഈക്വൽ ടു എത്ര? 0.8 ആണ്. ഓക്കെ, അതേപോലെ മെർക്കുറിന്റെ ഡെൻസിറ്റി ഒക്കെ കാണാപ്പാടം പഠിക്കണം കേട്ടോ. ഈസ് ഈക്വൽ ടു 30.6 ആണ്. ഓക്കെ, CGS-ലാണ്, അതാണ് ഗ്രാം പെർ CC എന്ന് പറഞ്ഞത്. എ യൂണിഫോം സ്പിയർ ഫ്ലോട്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു യൂണിഫോം സ്പിയറിനെ വെച്ചു. ഓക്കെ, യുവർ ഫ്ലോട്ട് വിത്ത് ഹാഫ് ഇസ് വോളിയം ഇമ്മേഴ്സ്ഡ് ഇൻ മെർക്കുറി ആൻഡ് ഹാഫ് അതർ ഓയിൽ ഇൻ ലിക്വിഡ്. ഇതിന് ഞാനൊരു എന്ത് ചെയ്തു? ഒരു യൂണിഫോം സ്പിയറിനെ മുങ്ങാൻ അനുവദിച്ചു. അങ്ങനെ മുങ്ങാൻ അനുവദിച്ചപ്പോൾ ആ സ്പിയറിന്റെ എന്താ പറയാ, ഹാഫ് ഓയിലും, ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരക്കണം. ആ സ്പിയറിന്റെ ഹാഫ് എന്താണ്? ഓയിലാണ് കിടക്കുന്നത്. ബാക്കി ഹാഫ് എവിടെ കിടക്കുന്നത്? ഈക്വൽ ഹാഫ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരു ഹാഫ് ഓയിലാണ് കിടക്കുന്നത്, മറ്റേ ഹാഫ് മെർക്കുറിയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഒരു ഹാഫ് ഓയിലാണ്, മറ്റേ ഹാഫ് മെർക്കുറിയിലാണ്. അങ്ങനെയെങ്കിൽ ദ ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി സ്പിയർ. അങ്ങനെയെങ്കിൽ ഈ സ്പിയറിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഈസി ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് വി റോ ഈസ് ഈക്വൽ ടു V1 ρ1 പ്ലസ് എന്താണ്? പ്ലസ് V2 ρ2 ആണ്. ഓക്കെ, വി റോ ഈസ് ഈക്വൽ ടു V1 ρ1 പ്ലസ് V2 ρ2 ആണ്. ഇതാണ് ആ ഇക്വേഷൻ. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുങ്ങിക്കിടക്കുന്നത് 2 ഹാഫിലും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ V എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 പ്ലസ് V2 ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യനിൽ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഹാഫിലും ആണ് ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? V is equal to V1 plus V2 ആയിരിക്കും. ഓക്കെ, സോ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റോ കാണാം. സോ ഞാൻ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാണ്. സോ V റോ ഈസ് ഈക്വൽ ടു V1 ρ1 പ്ലസ് എന്താ പറയാ? V2 ρ2. ഓക്കെ, ഇവിടെ എല്ലാം ഗിവൺ ആണ്. V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാം. ρ1 എത്ര? 0.8 ആണ്, അത് ഇവിടെ കൊടുക്കാം. ρ2 എത്ര? 30.6 ആണ്, അതും കൂടെ കൊടുക്കാം. പക്ഷെ ഒരു സംശയമുണ്ട്, V1 കിട്ടിയിട്ടില്ല, V2 കിട്ടിയിട്ടില്ല. ഓക്കെ, സിമ്പിൾ ആണ്. V1 V2 എന്താ വരിക? V1 എന്ന് പറഞ്ഞാൽ ഓയിലിന്റെ ഭാഗമാണ്, V2 എന്ന് പറഞ്ഞാൽ മെർക്കുറിന്റെ ഭാഗമാണ്. ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട് ഹാഫ് ഓഫ് ഹിസ് വോളിയം എന്ന് പറയുന്നുണ്ട്. ഒരു ഹാഫ് ഇവിടെയും ഒരു ഹാഫ് ഇവിടെയുമാണ്. സോ 2 ഹാഫ് എന്ന് പറഞ്ഞാൽ V1 ഈസ് ഈക്വൽ ടു നമുക്ക് V/2 എന്ന് എടുക്കാൻ പറ്റും, V2 ഈസ് ഈക്വൽ ടു V/2 എന്ന് എടുക്കാൻ പറ്റും. കാരണം ടോട്ടൽ വോളിയം V ആണെങ്കിൽ ഒരു ഹാഫ് മുകളിലും ഒരു ഹാഫ് താഴെയാണ്. സോ V1 ഉം V2 എത്ര? V/2 ആണ്. സോ അതും കിട്ടി. സോ V1 എത്ര? സോ V1 ഈസ് ഈക്വൽ ടു എന്താണ്? V/2 ആണ്. V2 ഈസ് ഈക്വൽ ടു V/2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ മതി V റോ. ഞാൻ V റോനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. V റോ ഈസ് ഈക്വൽ ടു V1 ρ1. V1 എന്ന് പറഞ്ഞാൽ എത്ര? V/2 ഇൻറ്റു ρ1 എത്ര? റോ1 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. യെസ്, 0.8 ഇൻറ്റു 0.8 പ്ലസ് V2 എന്ന് പറഞ്ഞാലോ V/2 ആണ്. V/2 ഇൻറ്റു 30.6 അല്ലെ? ഇനി ഇതിൽ വെട്ടിക്കളയാളിനൊക്കെ വെട്ടിക്കളഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ. ഇവിടെ എല്ലായിടത്തും V ഉണ്ട്. ഒരു V വെട്ടി, ഒരു V വെട്ടി, ഒരു V വെട്ടി. സോ നമുക്ക് എന്ത് കിട്ടും? റോ ഈസ് ഈക്വൽ ടു 0.8 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 0.4 പ്ലസ് 30.6 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? 30.6 ഡിവൈഡ് ബൈ 2 പറഞ്ഞാൽ 0.8 ആണ്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, 0.8 ആണോ? അല്ല, 6.8 ആണ്. 6.8 ആണ്. യെസ്, അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയ ഡെൻസിറ്റി വിൽ ബി വാട്ട്? 7.2 CC എന്ന് വരും. CC പെർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രാം പെർ CC എന്ന് വരും. CGS അല്ലേ? സോ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? യെസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. വെറുതെ നോക്കാം. ഓക്കെ, വെറുതെ നോക്കാം എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ കൺട്രോൾ V. അപ്പൊ എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 43 ആണ് അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? ഓക്കെ, നോക്കാം. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ലുക്ക് ദ ടൈം. ഓക്കെ, അപ്പൊ ടൈം എത്രയാണ്? 40 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. അപ്പൊ എ സ്പെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് R ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ഈക്വൽ ഡ്രോപ്ലെറ്റ്. ഓക്കെ, സോ നമ്മളെ കയ്യിൽ ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു വലിയ ഡ്രോപ്പ് ഉണ്ട്. അതിന്റെ റേഡിയസ് എത്ര? ക്യാപിറ്റൽ R ആണ് അല്ലെ? അത് കുറെ ഡ്രോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ഡ്രോപ്പ്. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? 8 ഡ്രോപ്പ് ആക്കിയിട്ട് മാറ്റി. 1 2 3 4 5 6 7 8 ഒക്കെ സെയിം ഡ്രോപ്പ് ആട്ടോ. ഈസ് ഈക്വൽ ടു ഇഫ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഇസ് T. അപ്പൊ ഈ ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ എന്താ പറയാ? T ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഡ്രോപ്ലെറ്റിനെ ഇങ്ങനെ 8 എണ്ണം ആക്കാനുള്ള വർക്ക് ഡൺ ആണ് കാണാനുള്ളത്. വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ് വിൽ ബി. ഓക്കെ, വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ് വിൽ ബി. സപ്പോസ് ഈ ഉണ്ടായ എല്ലാം സെയിം ആണ്. ഇതിന്റെ ഒക്കെ റേഡിയസ് സ്മോൾ r ആണ് ഞാൻ എടുക്കുന്നത്. ഇതിന്റെ ഒക്കെ റേഡിയസ് എന്താണ്? സ്മോൾ r ആണ്. ഓക്കെ, സോ ഇവിടെ എങ്ങനെ ചെയ്യും? ഇത് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. സർഫസ് എനർജി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സർഫസ് എനർജി എന്ന് പറഞ്ഞ വർക്കാണ്. സോ വർക്കിന് നമുക്ക് സർഫസ് എനർജി എന്നും സർഫസ് എനർജി നമുക്ക് വർക്ക് എന്നും പറയാം.
സോ സർഫസ് എനർജി അല്ലെങ്കിൽ ഇവിടെ വർക്ക് എന്നുള്ള ഇക്വേഷൻ എന്താണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, ഓക്കെ, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, ഓക്കെ, ഇൻറ്റു സർഫസ് ടെൻഷൻ ടി, ഓക്കെ, അല്ലെങ്കിൽ എസ്, ഓക്കെ. സോ ഇൻക്രീസ് ഇൻ അപ്പോ സർഫസ് ഏരിയ, അപ്പൊ ആദ്യം ഇതിന്റെ ഏരിയ സർഫസ്, ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. സോ ഇവന്റെ എത്ര എന്താ ഏരിയ എത്ര വരും? 4πr² ആണ്. ഇവരെല്ലാരെയും ഏരിയ, ഇതിന്റെ ഒന്നിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 4πr² ആണ്. പക്ഷെ പ്രശ്നം എന്താ, ഇവിടെ 8 ഉണ്ട്, 3, 4, 5, 6, 7, 8 ഉണ്ട്. സോ അത് 8 × 4πr² എഴുതണം, കാരണം ഒന്നിന്റെ അല്ലല്ലോ 8 ആണല്ലോ കാണേണ്ടത്. സോ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ആണ്. ഈ 4πr² ആണ് 8 × 4πr² ആയത്. സോ ഇതേ മൈനസ് ഇത് ചെയ്യണം സർഫസ് ഏരിയ ആണ് കൊടുത്ത്. സോ ഞാൻ കൊടുക്കട്ടെ. സോ വർക്ക് ഈസ് ഈക്വൽ ടു W എന്ന് കൊടുക്കുകയാണ്. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ത് വരും? ആ വലിയ ഡ്രോപ്ലെറ്റിന്റെ ഏരിയ 4πr² മൈനസ് 8 × എന്താണ് 4πr² അല്ലെ, ഇൻറ്റു ടി അല്ലെ, ഇൻറ്റു ടി. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞോ? ഇല്ല. ഇനി ഇത് ഇങ്ങനെ 8 ഡ്രോപ്ലെറ്റ് ആയി മാറിയാലും ഇതിന്റെ രണ്ടാളെയും വോളിയം സെയിം ആയിരിക്കും. ഇതിങ്ങനെ 8 ഡ്രോപ്ലെറ്റ് ആയി മാറിയാലും ഇതിന്റെ രണ്ടാളെയും വോളിയം സെയിം ആയിരിക്കും. ഓക്കെ, വോളിയം സെയിം ആവും, കാരണം അവിടെ ലിക്വിഡ് ഡ്രോപ്പ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, സോ വോളിയം സെയിം ആണ്. അപ്പോ ഒരു സ്പിയറിന്റെ വോളിയം, ഇതിന്റെ വോളിയം എത്ര ഇടും? ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ് അല്ലെ. 4/3 എന്താണ്? π × R³. ഇതിൽ ഒരു സ്പിയറിന്റെ വോളിയം എത്ര? 4/3 × π r³. മൊത്തം എത്ര ഉണ്ട്? 8 സ്പിയർ ഉണ്ട്. സോ 8 × 4/3πr³ വരും. സോ ഈ വോളിയം അതേപോലെ ഈ വോളിയം സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ രണ്ട് വോളിയങ്ങളെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ വോളിയങ്ങളെ ഇക്വേറ്റ് ചെയ്യാം. അത് ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1 ആയിക്കോട്ടെ, കാരണം ഇതിൽ ഈ r-നെ നമുക്ക് മാറ്റണം, അതിനു വേണ്ടിയാണ്. സോ 4/3π × R³ ഈസ് ഈക്വൽ ടു 8 × 4/3 × π × r³ ആണ് അല്ലെ. ഇത് വെട്ടാളവരൊക്കെ വെട്ടിക്കോ. 4/3 നമ്മൾ വെട്ടി, പൈയും നമ്മൾ വെട്ടി. ബാക്കി എന്താ ഉള്ളത്? R³ ഈസ് ഈക്വൽ ടു 8 × r³ ആണ്. ക്യൂബിക് റൂട്ട് ആണ്. സോ എല്ലാരെയും നമുക്ക് ക്യൂബിക് റൂട്ട് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കുമ്പോൾ R³ ക്യൂബിക് റൂട്ട് അല്ലെങ്കിൽ ഓൾ റേസ് ടു ക്യൂബ് മൊത്തം സ്ക്വയർ ചെയ്യണ പോലെ ഇതിന്റെ ഒക്കെ ക്യൂബിക് റൂട്ട് എടുത്തു. ഓക്കെ, ഇതിന് മൊത്തത്തിന്റെയും എന്തെടുത്തു? ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ R-ന്റെ ക്യൂബിന്റെ റൂട്ട് പറഞ്ഞാൽ R തന്നെയാണ്. 8ന്റെ റൂട്ട് ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. R³ സ്മോൾ r. സോ R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2r കിട്ടി. നമുക്ക് സ്മോൾ r-നെ മാറ്റണം. സ്മോൾ r ഈസ് ഈക്വൽ ടു r/2 എന്ന് കിട്ടും അല്ലെ. എന്നിട്ട് ഇവിടെ കണ്ടോ, സ്മോൾ r ഈസ് ഈക്വൽ ടു r/2 എന്ന് കിട്ടി. ആ സ്മോൾ r ഇവിടെ നേരെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ r² ആണ് അല്ലെ. സോ ഇവിടെ സ്മോൾ r-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ r/2 ആണ്. സോ r²/4 വരും. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എഴുതി വെക്കാം. W ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? W ഈസ് ഈക്വൽ ടു 4πR² മൈനസ് 8 × 4π × R² എത്ര? R²/4 ആണ്. R²/4 അല്ലെ, ഇൻറ്റു എന്താണ്? സർഫസ് ടെൻഷൻ T. കഴിഞ്ഞു, ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? W ഈസ് ഈക്വൽ ടു 4πR² മൈനസ് ഇവിടെ ഒരു 4 വെട്ടി, ഇവിടെ ഒരു 4 വെട്ടി അല്ലെ, ഇവിടെ ഒരു 4 വെട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ അല്ലേ? എന്തെങ്കിലും ചേഞ്ച് വന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെ വന്നു? 4πR². R എന്ന് പറഞ്ഞാൽ r/2 ആണ്. സോ R² എന്ന് പറഞ്ഞാൽ R²/4 ആണ് അല്ലെ. സോ 4πR² ഇവിടെ 4 വെട്ടി, ഇവിടെ 4 വെട്ടി. ബട്ട് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നിങ്ങൾ ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 2r എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ R ഈസ് ഈക്വൽ ടു 2r കൊടുത്തിട്ട് അപ്പൊ സ്മോൾ r എന്ന് പറഞ്ഞാൽ r/2 ആണ്. സോ R²/π എന്ത് കിട്ടി? 4 കിട്ടി. സോ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് ദ 43 ക്വസ്റ്റ്യൻ. സോ ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 4πR² എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഇതാണല്ലോ നമ്മളെ ഇക്വേഷൻ, ഇതാണല്ലോ നിങ്ങളെ ഇക്വേഷൻ. ഇവിടെ ചെറിയ മാറ്റം എന്താ വെച്ചാൽ W ഈസ് ഈക്വൽ ടു 8 × 4πR² മൈനസ് 4πR² എന്ന് നമ്മൾ കൊടുക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് തിരിച്ചു മാറ്റി എഴുതിയതാണ്, വിഷയാക്കേണ്ട. ഇൻറ്റു ടി എന്ന് കൊടുക്കണം, ഒന്നുമില്ല. ഇത് 8 × 4πR², ഇത് നേരെ തിരിച്ചിടുക. ഓക്കെ, അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. 4πR² എന്തല്ലേ അല്ലെ, അത് നേരെ തിരിച്ചിട്ടാൽ മതി. അതായത് 8 × 4πR² മൈനസ് 4πR² എന്നിട്ടാൽ മതി. അത് നമ്മൾ വലിയ വോളിയം മൈനസ് ചേർത്തല്ലേ ചെയ്യേണ്ടത്. സോ 8 × 4πR² മൈനസ് എന്ത് കിട്ടും? 4πR² ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 1. ഈ ഇവിടെ ഇതേപോലെ സ്റ്റെപ്പ് ഒക്കെ ചെയ്ത ശേഷം അവിടെ നമ്മൾ ലാസ്റ്റ് W ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 8 × 4π സ്മോൾ r² എന്ന് പറഞ്ഞാൽ R²/4 ആണ്. ഓക്കെ, മൈനസ് 4πR² ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്തു. സോ എന്ത് കിട്ടും? W ഈസ് ഈക്വൽ ടു
8 pi r square minus 4 pi r square into t എന്ന് കിട്ടും. 8 pi r square minus 4 pi r square എന്താ 4 pi r square ആണ്. സോ ആൻസർ വിൽ ബി 4 pi r square t. ഇവിടെ പറ്റിയത് എന്താ വെച്ചാല് ഞാൻ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 8 into 4 pi r square ആണ് വലുത് മൈനസ് 4 pi r square. ഞാൻ നേരെ തിരിച്ചാണ് മൈനസ് ചെയ്തത്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഏറ്റവും വലുതേ മൈനസ് ചെറുത് ചെയ്യാം. ഓക്കെ, ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം വലുതായിട്ട് ഇതായി എന്നാണ്. സോ ഇതാണ് വലുത് വരിക. സോ 8 into 4 pi r square minus 4 pi into capital R square ആണ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ വരിക. അത് ഇൻറ്റു ടി ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് സൈൻ മാറിപ്പോയതാണ്. സോ ഇതിന്റെ എന്താ പറയുക ഏരിയയാണ് വലുത്. ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ്, കൂടിയത് മൈനസ് ചെറുതാണ്. സോ ഇതാണ് കൂടിയത് മൈനസ് രണ്ടാമത്തത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ സിമ്പിൾ പരിപാടി. ഓക്കെ, സോ അപ്പൊ ചെയ്യുമ്പോൾ 4 pi r square t എന്നാ നിങ്ങൾക്ക് കിട്ടുക. സോ അത് മതി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. സോ ക്വസ്റ്റ്യന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യും, എന്നിട്ട് ആൻസർ എനിക്ക് അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ അയച്ചു തരാം. ഓക്കെ, സോ അവർ 48th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 48th ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ചൂസ് സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് ഡയാമീറ്റർ 10 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് സ്പെറിക്കൽ ഡ്രോപ്പുകൾ ഉണ്ട്. ഓക്കെ, ആർ ഫോംസ് അറ്റ് വൺ എൻഡ് ഓഫ് എ നാരോ ഹൊറിസോണ്ടൽ ട്യൂബ്. സോ ഒരു ഹൊറിസോണ്ടൽ ട്യൂബ് ഉണ്ട്, ഇതേപോലെ ഒരു ഹൊറിസോണ്ടൽ ട്യൂബിന്റെ രണ്ട് എൻഡില് രണ്ട് സ്പെറിക്കൽ സോപ്പ് ബബിൾ ഉണ്ടായി. ഓക്കെ, സോ രണ്ട് എൻഡില് രണ്ട് സ്പെറിക്കൽ സോപ്പ് ബബിൾ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബബിൾ ഇതായി ഇവിടെ ഇങ്ങനെ ഉണ്ടായി. ഓക്കെ, മറ്റാമത്തേത് ഇങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള ഡബിൾ ഇവിടെ ഉണ്ടായി. ഓക്കെ, പിന്നെ ഒന്നാമത്തിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. അതായത് വലുതിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന്റെ റേഡിയസ് എത്ര 5 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഡിയസ് എത്ര 3 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനൊക്കെ മീറ്റർ ആക്കുക. സെന്റിമീറ്റർ 3 into 10⁻² മൾട്ടിപ്ലൈ ചെയ്താൽ മതി, into 10⁻² ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഇഫ് ദ സർഫസ് ടെൻഷൻ എന്തൊക്കെ പറഞ്ഞത്, ഇഫ് ദ സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് ഈസ് 0.03, ഇതിന്റെ സർഫസ് ടെൻഷൻ 0.03 ആണെങ്കിൽ the pressure difference in Pascal between the two end of the tube, ഈ രണ്ട് എൻഡിൽ ഉണ്ടായ സോപ്പ് ബബിളുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കാണണം. സപ്പോസ് ഇത് എ എന്നുള്ള എൻഡ് ആയിക്കോട്ടെ, ഇത് ബി എന്നുള്ള എൻഡ് ആയിക്കോട്ടെ, ഇവർ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കാണണം. ഓക്കെ, അപ്പോൾ ഒരു ബബിളിന്റെ പ്രഷർ നമ്മൾ എങ്ങനെ കാണും, സോപ്പ് ബബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ബബിളിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ 4s/r ആണ്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, ഇവിടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, അതേപോലെ ഇവിടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. ഓക്കെ, സോ അപ്പൊ എയിലുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 4s/r മാത്രമല്ല അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടെ നിങ്ങൾ ഇൻറ്റു ചെയ്യണം, പ്ലസ് ചെയ്യണം. സോ ഇവിടുത്തെ എയിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ PA പ്ലസ് എന്താണ്, പി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, PA പ്ലസ് എന്ത് വരും, അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് PA, സ്മോൾ എ എന്ന് കൊടുക്കാം. ഓക്കെ, PA പ്ലസ് എന്ത് കിട്ടും, PA പ്ലസ് എന്ത് കിട്ടും 4s ബൈ ഈ റേഡിയസ് എത്ര R1 എന്ന് കൊടുത്തു, അതായത് 3 ആണ്. അപ്പൊ ഇവിടെ R1 3 ആണ്, അതായത് 3 into 10⁻² ആണ്. R2 എത്ര 5 into 10⁻² ആണ്. ഇനി ഈ ഭാഗത്താണെങ്കിലും അതായത് പൊതുവെ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ എടുക്കണം. ഡിഫറൻസ് വരികയാണെങ്കിൽ മാത്രം, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കേണ്ടത്. നേരത്തെ ഹൈറ്റ് കോളത്തിന്റെ ഡിഫറൻസ് ആണെങ്കിലാണ് HROG എടുക്കുക. പക്ഷെ ഇത് ഹൈറ്റ് കോളല്ല, ബബിൾ ആണ്. ഇവിടെയും എന്ത് വരും, പ്രഷർ അറ്റ് ബി എന്ന് എന്ത് വരും PA എന്ന് പറഞ്ഞാൽ ഇവിടെയും അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, അതേ പ്ലസ് 4s ബൈ എന്ത് കിട്ടും R2 എന്ന് കിട്ടും. R2 എന്ന് പറഞ്ഞാൽ എത്ര 5 into 10⁻². അറ്റ്മോസ്ഫിയർ പ്രഷർ എത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1.01 into 10⁵. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലും ആട്ടെ. സോ ഇത് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അതിന്റെ പ്രഷറിന്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. എന്താ കാണേണ്ടത്, പ്രഷറിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അതായത് ഈ വലിയ ബബിളിന്റെ പ്രഷർ മൈനസ് എന്താ പറയാ ചെറിയ ബബിളിന്റെ പ്രഷർ. സോ ഡിഫറൻസ് ഇൻ പ്രഷറിന് ഞാൻ ΔP എന്ന് കൊടുത്തു. വലിയ പ്രഷർ എന്ന് പറഞ്ഞാൽ PA പ്ലസ് എന്താണ് PA പ്ലസ് 4s/R2 ആണ്, മൈനസ് എന്ത് കിട്ടും ഈ ചെറിയ ബബിളിന്റെ പ്രഷർ PA പ്ലസ് 4s ബൈ എന്ത് കിട്ടി R1 കിട്ടി. സോ ΔP എന്ത് വരും, ΔP ഈസ് ഈക്വൽ ടു PA പ്ലസ് 4s/R2 മൈനസ് അവിടെ ക്വസ്റ്റ്യനിൽ T എന്നാണല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ, ഞാൻ S കൊടുത്തു, വിഷയാക്കണ്ട. മൈനസ് ഇവിടെ മൈനസ് കൊടുക്കുക, ഇവന് മൈനസ് കൊടുത്തു, ഇവന് മൈനസ് കൊടുത്തു, മൈനസ് എന്ത് കിട്ടി 4s ബൈ എന്ത് കിട്ടി R1 കിട്ടി. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂ കൊടുക്കണ്ട, PA മൈനസ് PA ക്യാൻസൽ ആയി പോയി. സോ ΔP കാണാൻ എന്തായി, ΔP ഈസ് ഈക്വൽ ടു 4s ബൈ എന്ത് കിട്ടി R2 മൈനസ് 4s ബൈ R1 എന്ന് കിട്ടും. ഓക്കെ, എസിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത്ര എസിന്റെ വാല്യൂ ഇത് അവിടെ തന്നിട്ടുണ്ട് 0.03, അല്ലെങ്കിൽ T ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിന്റെ R1 3 into 10⁻², R2 5 into 10⁻². സോ ഇതൊക്കെ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആൻഡ് ദാറ്റ് ആൻസർ വുഡ് ബി 1.6 എന്നാണ് കിട്ടുക, 1.6 പാസ്കൽ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ,
പക്ഷെ ലോജിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കൺസിഡർ ചെയ്യണം, അത് മസ്റ്റ് ആണ്, അല്ലാതെ ചെയ്താൽ എന്ത് ചെയ്യും, ആൻസർ തെറ്റി പോകും. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ രണ്ടിടത്തും കൺസിഡർ ചെയ്യണം. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 1.6 പാസ്കൽ എന്ന് കിട്ടിയിരിക്കും. സോ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം.